ഇല്ല, ഞാൻ നാട്ടിൽ ഈ സമ്മർ കോച്ചിങ് ക്യാമ്പൊക്കെ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ വർഷത്തിൽ ഒരു മാസമായിരിക്കണം സമ്മർ കോച്ചിങ് നടക്കുന്നത്. അപ്പോൾ +1 ആയിരുന്നാലും +2 ആയിരുന്നാലും വെക്കേഷൻ കിട്ടുന്ന ഒരു ടൈം മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം പഠിക്കുകയായിരുന്നു. ആഫ്റ്റർ ദ +2 ഞാൻ കോളേജിൽ പോയ സമയത്താണ് ഞാൻ ശരിക്കും വോളിബോൾ എന്താണെന്നും എത്രമാത്രം ലൈഫിൽ മുന്നോട്ട് വോളിബോൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ സമയം കോളേജ് ടൈമിലാണ്. ഞാൻ എൻ്റെ വീട് ട്രിവാൻഡ്രം. ഞാൻ ആഫ്റ്റർ +2 കഴിഞ്ഞാണ് വോളിബോൾ ഫീൽഡിലേക്ക് വന്നത്. നാട്ടിൽ തന്നെ ഉള്ള ഒരു ക്ലബ്ബ് കാലടി വോളിബോൾ ക്ലബ്ബിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കോളേജിലേക്ക് വന്ന പീരീഡ് ടൈമിലാണ് ഞാൻ വോളിബോൾ പഠിത്തം വിട്ട് വോളിബോളിലേക്ക് മാത്രം നോക്കിയിട്ടാണ് പിന്നെ അങ്ങോട്ട് എൻ്റെ ഈ ജേണി സ്റ്റാർട്ടായിരുന്നു. അതിനുശേഷം പിന്നെ സ്റ്റേറ്റ് കളിച്ചു, നാഷണൽ കളിച്ചു, പിന്നെ ഇൻ്റർനാഷണൽ കളിച്ചു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഞാൻ അതേ പാത പിന്തുടർന്നാണ് ഇവിടെ വരെ എത്തിയത്. ഇന്ന് ഇവിടെ നിൽക്കുന്നതിലും അതുകൊണ്ടാണ്. ഇനിയും വരുന്ന ടൂർണമെൻറ്റിൽ കളിക്കണം എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം മുംബൈ ടീംസിലായിരുന്നാലും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കളികൾ ജയിക്കാൻ, നല്ല കളി കളിക്കാൻ പറ്റുന്നതിലും ചില അവരുടെയൊക്കെ ഒരു ഇതുണ്ട് എല്ലാത്തിലും. വിത്തൗട്ട് വോളിബോൾ ഈസ് നത്തിങ് ഫോർ മീ. മേ ബി ഞാനിവിടെ ഇരിക്കാൻ കാരണം വോളിബോളാണ്, അല്ലെങ്കിൽ ഒരാൾ തിരിച്ചറിയാൻ കാരണം വോളിബോളാണ്. ഇപ്പം ഞാനിപ്പോൾ വോളിബോൾ പ്ലെയർ അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിൽക്കാനോ പറ്റിയെന്ന് വരില്ല. ചിലപ്പം ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഇത്രയും ഈ ഒരു സ്റ്റേജിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടായെന്ന് വരില്ല. ഓൾ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് ആർ ഗുഡ്. ഇപ്പോൾ മുംബൈ ടീമിലും 2 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു നമുക്ക് മനസ്സിലാവും വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻസ് ആൻഡ് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ്. മേ ബി വി വിൽ ലേൺ ടു മച്ച് അബൌട്ട് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ്. മേ ബി ഇപ്പോൾ ഒരു സീസണിൽ ഒരു ടീമിൽ 2 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ്, മേ ബി നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇനി വരുന്ന സീസണിലൊക്കെ ഇനിയും വേറെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് വരും. അപ്പം നമുക്ക് ഇന്ത്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിന് ശരിക്കും അവരിൽ നിന്നും പഠിക്കാനും എന്താ പറയുക ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഞ്ചുറിയൊക്കെ വരാനുള്ള ചാൻസസും അല്ലെങ്കിൽ നമുക്ക് പ്രായം അതൊക്കെ കൂടാനും പ്രാരാബ്ധവും അതൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ എപ്പോഴാണോ നമ്മൾ ഈ പീരീഡ് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകും, അങ്ങനെ എന്നുവരെയെന്ന് അറിയില്ല. പക്ഷേ ടിൽ ദ ലാസ്റ്റ് എന്താ പറയുക വിത്തൗട്ട് ഇഞ്ചുറി ഐ വിൽ പ്ലേ വോളിബോൾ.